മറ്റു വാർത്ത, വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ അഡ്വക്കേറ്റ് ബേലിൻദാസിനെ പിടികൂടാതെ പോലീസ്. സംഭവം നടന്നിട്ട് 2 ദിവസം പിന്നിടുന്നു. ബേലിൻദാസ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ ഒരുങ്ങുന്നതായും വിവരങ്ങളുണ്ട്. ജിബിൻ JB ചേരുന്നു വിശദാംശങ്ങളുമായി. ജിബിൻ, പൂന്തുറ സ്വദേശിയാണ് ഈ അഭിഭാഷകൻ. പോലീസിന് വേണമെങ്കിൽ ആ സംഭവം നടന്ന ദിവസം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അന്നത് അസോസിയേഷനൊക്കെ കൂടി ഇടപെട്ട് സാധിച്ചില്ല. അതിനുശേഷം ഇപ്പോൾ 2 ദിവസമാകുന്നു. ഇതുവരെയും പ്രതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസിന് ലഭ്യമായിട്ടില്ലേ? അതല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് മുൻകൂർ ജാമ്യം കിട്ടുന്നവരെയുള്ള സമയം പോലീസ് കൊടുക്കുന്നതാണോ? എന്താണ് വിശദാംശങ്ങൾ? മാർഷൽ പറഞ്ഞതുപോലെ തന്നെ ഈ അഭിഭാഷകയ്ക്ക് വഞ്ചൂരിൽ വെച്ച മർദ്ദനമേറ്റിട്ട് ഇപ്പോൾ 2 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഈ ബേലിൻദാസ് എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും വഞ്ചൂർ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതിന്റെ പ്രധാന കാരണമായി പറയപ്പെടുന്നത് ഈ സംഭവം നടന്ന സമയത്ത് വഞ്ചൂർ പോലീസ് അവിടേക്ക് എത്തുകയും ആ സമയത്ത് ഈ അഭിഭാഷകനെ അറസ്റ്റ് ചെയ്തത് ബാർ അസോസിയേഷന്റെ പ്രതിനിധികളാണ്. ഇതുകൊണ്ടാണ് ആ സമയത്ത് ഈ സംഭവം നടന്ന സമയത്ത് തന്നെ അഭിഭാഷകനെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിക്കാത്തതെന്നുള്ള ഒരു നിലപാടിലാണ് പോലീസ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ അഭിഭാഷകന്റെ മൊബൈൽ കോളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത്. പക്ഷേ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ തന്നെ ഇദ്ദേഹത്തിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളായി അഭിഭാഷകനെ ഫോണിൽ ബന്ധപ്പെട്ടവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ വഞ്ചൂർ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊന്നും തന്നെ ഇതുവരെയും ഫലമുണ്ടായിട്ടില്ല. ഈ ബേലിൻദാസ് എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. ഈ ബേലിൻദാസ് എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം രാത്രിയും ഇന്നുമായി പോലീസ് പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ അഭിഭാഷകൻ ബേലിൻദാസ് ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ ഒരുങ്ങുന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ലഭ്യമാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. ഈ അഭിഭാഷകന് ഒളിവിൽ കഴിയാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പാർട്ടിയാണ് എന്നുള്ള ഒരു ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തിയ ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത്. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബേലിൻദാസ് CPMന്റെ സ്ഥാനാർത്ഥിയായിരുന്നു, പൂന്തുറ വാർഡിൽ CPMന്റെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ ആരോപണം കൂടി ഈ വിഷയത്തിൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അത് ചൂടുപറ്റിയുള്ള ഒരു ആരോപണ പ്രത്യാപനങ്ങൾ ഇനി ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ എന്തായാലും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന് 2 ദിവസം പിന്നിട്ടിട്ടും ഈ ബേലിൻദാസ് എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കാത്തത് വലിയൊരു കുറവായി തന്നെയാണ് ഇപ്പോഴും പറയപ്പെടുന്നത്. അഭിഭാഷകൻ ഇത്ര ക്രൂരമായ ഒരു കൃത്യം നടത്തിയതിനു ശേഷം പോലീസ് വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ പ്രതിയെ കണ്ടെത്താൻ വേണ്ടി പോകുന്നത്.